മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുകയാണ്. ജയിൽ നോമിനേഷനിൽ വെച്ച് അനുമോള് സാബുമാനെ വലിച്ചു കീറി അല്ലെങ്കിൽ പൊളിച്ചടക്കി എന്ന് തന്നെ പറയാം. സാബുമാന്റെ ഒരു മുഖംമൂടിയാണ് അനുമോള് ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുന്നത്. തുടക്കം കുറിച്ചത് നെവീനായിരുന്നു. നെവീൻ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയാണ്. എന്നിട്ട് നെവീൻ പറയുന്നുണ്ട്, സാബുമാന് ഒരു നാരദന്റെ സ്വഭാവമുണ്ട്, നാരുവാണ് സാബുമാൻ. അവിടെ കേട്ടത് ഇവിടെ വന്ന് പറയും, ഇവിടെ കേട്ടത് അവിടെ പോയി പറയും, ആ ഒരു സ്വഭാവം സാബുമാനുണ്ട് എന്നൊക്കെ നെവീൻ പറയുന്നു. അതിനുശേഷമാണ് അനുമോള് നോമിനേഷന് വരുന്നത്. അനുമോളുടെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ സാബുമാൻ തന്നെയായിരുന്നു. ആദ്യത്തെ കാരണം കിച്ചണിൽ വഴക്കുണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം കിച്ചണിൽ വഴക്കുണ്ടാക്കാൻ കാരണം സാബുമാനാണ്. എല്ലാവർക്കും ഞാൻ ചോറിലും അധികം പയറ് കൊടുത്തിരുന്നു, പക്ഷേ സാബുമാനും പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞ് പയറ് ഇനിയും ഇടണമെന്ന് പറഞ്ഞ് ആദ്യം ആ വഴക്ക് തുടങ്ങിയത് സാബുമാനായിരുന്നു. സാബുമാൻ അങ്ങനെ വഴക്കുണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോകില്ലായിരുന്നു എന്നാണ് അനുമോള് പറയുന്നത്. രണ്ടാമത്തെ റീസണായിട്ട് അനുമോള് പറയുന്നത്, സാബുമാന് അവിടെ കേട്ടത് ഇവിടെ വന്ന് പറയുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് സാബുമാന് നാരദൻ എന്ന് പേരിട്ടത് ഞാനാണ്. സാബുമാൻ അക്ബറിൻ്റെയും നെവീൻ്റെയും അടുത്ത് പോയിരിക്കും, എന്നിട്ട് അവരുടെ പ്ലാനിങ്ങുകൾ കേട്ടതിന് ശേഷം ആ പ്ലാനുകൾ ആദിലയോടും നൂറയോടും വന്ന് പറയാറുണ്ട്. ആ ഒരു സ്വഭാവം ചീത്തയാണ് എന്ന് അനുമോള് പറയുന്നു. അത് കേട്ടതും സാബുമാൻ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അവരുടെ പ്ലാൻ വന്ന് ഞാൻ ആദിലയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് സാബുമാൻ ആദിലയോട് ചോദിക്കുന്നു. ആദില ചിരിച്ചുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്, ഒന്നും പറയുന്നില്ല. എന്നിട്ട് സാബുമാൻ അനുമോളോട് ചൂടായി പറയുന്നുണ്ട്, വൃത്തികേട് പറയല്ല അനുമോളെ, നിന്റെ മാനിപ്പുലേഷനും തള്ളും നിന്റെ കയ്യിൽ വെച്ചാൽ മതി, നീ സ്വയം വെളുപ്പിക്കാൻ നോക്കണ്ട, വൃത്തികെട്ട് പരിപാടി ചെയ്യരുത്, നീ ഒരു പഠിച്ച കള്ളിയാണ്, അതെനിക്കറിയാം, ഇവിടെ അക്ബറൊന്നുമല്ല, നീയാണ് ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സാബുമാൻ അനുമോളോട് ചൂടാവുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇത് അനുമോളുടെ നോമിനേഷനാണ്, അനുമോളുടെ സ്പേസ് ആണ്, നീ മിണ്ടാതിരിക്കുക, അനുമോൾ സംസാരിക്കട്ടെ എന്നൊക്കെ. എന്തായാലും ഇവിടെ സാബുമാൻ എക്സ്പോസ് ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അനുമോള് സാബുമാനെ എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് കാണിച്ചു എന്ന് തന്നെ പറയാം. ഇതെന്തായാലും അനുമോള് കലക്കി എന്ന് തന്നെ പറയാം. സാബുമാൻ ഒരു മിണ്ടാ പൂച്ചയായിട്ട് ഒരു സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അവരോട് സംസാരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, ഓപ്പോസിറ്റ് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ടുള്ള ഒരു ഗെയിമായിരുന്നു സാബുമാൻ ഇത്രയും നാളും നടത്തിക്കൊണ്ടിരുന്നത്. സാബുമാൻ എന്നിട്ട് പറയുന്നത്, ഞാൻ അവിടെ കേട്ടത് ഇവിടെ വന്ന് പറയാറില്ല, ഞാൻ ആദിലയോട് അക്ബറിൻ്റെ പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷെ ലൈവ് കണ്ട നമുക്കറിയാം സാബുമാൻ അവിടെ കേട്ടത് ഇവിടെ വന്ന് പറയാറുണ്ട്, അങ്ങനത്തെ ഒരു സ്വഭാവം സാബുമാനുണ്ട് എന്ന്. എന്നിട്ട് അനുമോള് ഉറപ്പിച്ച് പറയുന്നു, സാബുമാൻ നൂറയോടും ആദിലയോടും അക്ബറിൻ്റെ പ്ലാൻ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദില പറഞ്ഞിരുന്നു, ഇനിയും നീ അവരോട് പോയി സംസാരിക്കണം, അവരുടെ പ്ലാനുകൾ ഇനിയും വന്ന് ഞങ്ങളോട് പറയണമെന്ന്. അപ്പോൾ സാബുമാൻ പറഞ്ഞത്, ഞാൻ ശ്രമിക്കാമെന്നാണ്. അതെന്ത് സ്വഭാവമാണ്, അത് വൃത്തികെട്ട സ്വഭാവമല്ലേ എന്നൊക്കെ അനുമോള് പറയുന്നു. ഈ സമയത്ത് ആദില ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൽ സത്യമുണ്ടായിട്ടാവണമല്ലോ. പക്ഷേ അതും കൂടി കേൾക്കുമ്പോഴാണ് സാബുമാന് കൺട്രോൾ വിട്ടുപോകുന്നത്. ആ ഒരു കൂൾ പേഴ്സണാലിറ്റി വിട്ടിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്. അതുവഴി സാബുമാൻ എല്ലാവരുടെ മുമ്പിലും ഇപ്പോൾ എക്സ്പോസ് ആയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ സാബുമാനെ തുറന്ന് കാണിച്ചിരിക്കുന്നത് അനുമോളാണ്. സാബുമാന്റെ ഡബിൾ സ്റ്റാൻഡ് അനുമോള് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.